അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നോമ്പുകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനിനെ കുറിച്ച് അതിൻ്റെ പോരിശകളെക്കുറിച്ചൊക്കെ നമുക്കറിയുന്നവരാണ്. ആയതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ റമളാനിൽ നാം എന്ത് അമല് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഇരട്ടി പ്രതിഫലമാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഒരൊറ്റൊരു ഹദീസ് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കാണാം. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എന്താണ്? പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, എങ്ങനത്തെ നോമ്പാണ്? റമളാൻ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നോമ്പനുഷ്ഠിക്കും. പക്ഷേ റസൂലുള്ളാഹിന്റെ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനത്തെ നോമ്പാണ്? ഈമാനം വഹ്തിസാബൻ, നല്ല ഈമാനോടുകൂടിയുള്ള, നല്ല പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടുള്ള നോമ്പാണ് നമ്മൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നമ്മളെ കഴിഞ്ഞു പോയ പാവങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നാം അനുഷ്ഠിക്കുന്ന നോമ്പ്, ആ നോമ്പ് നല്ല നീയത്തോടു കൂടിയായിരിക്കണം. മാത്രവുമല്ല, അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു നല്ല നീയത്തോടു കൂടിയായിരിക്കണം നാം നോമ്പനുഷ്ഠിക്കേണ്ടത്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.